ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ സൂ, കണ്ണിനും മനസ്സിനും കുളിർമയാകുന്ന ഗ്ലാസ് തുരങ്കം, ഗ്ലാസ് അക്വേറിയം, ആഴക്കടലിലൂടെയുള്ള ഫിലിപ്പീൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ, സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന അത്യപൂർവാനുഭവം. Marine and Robotic Expo, Gateway Ground, near bus stand, പട്ടാമ്പി റോഡ്, കൊളപ്പുള്ളി. ദേശീയ സരസ്മേളയുടെ ഭാഗമായി എല്ലാ ദിവസവും സാംസ്കാരിക സമ്മേളനവും നടക്കുന്നുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരാണ് സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ദേശീയ സരസ്മേളയുടെ ഭാഗമായി എല്ലാ ദിവസവും വൈകുന്നേരം സാംസ്കാരിക വേദിയും കലാപരിപാടികളുമാണ് ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാന വേദിയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TM ശശി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കുടുംബശ്രീ സംവിധാനങ്ങളും ആ കുടുംബശ്രീ സംവിധാനത്തിന് ഈ നിലയിൽ മാറ്റിത്തീർക്കുക കേരളത്തിൽ മാറി വന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന്റെ പ്രത്യേകതയും എത്ര കണ്ട് കരുത്താണെന്നതാണ് ഈ സരസ്മേളയിലൂടെ കാണുന്നത്. ദേശീയ സരസ്മേള നേരിട്ട് കാണാനുള്ള അവസരം എപ്പോഴാണ് കിട്ടുന്നത്? പക്ഷെ ഇവിടെ വരുമ്പോ ഒരു അത്ഭുത സംവിധാനമായി മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ഒരാൾക്ക് ഈ നിലയിൽ സംഘടിപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത്ഭുതമാണ്, സംശയമാണ്. എല്ലാ മേഖലയിലും എല്ലാ ദിവസവും സാംസ്കാരിക സമ്മേളനം, എല്ലാ ദിവസവും വ്യത്യസ്തമായ പരിപാടികൾ, ഈ രാജ്യത്ത് തന്നെ വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങൾ, അമ്യൂസ്മെന്റ് സംവിധാനം ഉൾപ്പെടെ ഒരു മഹാമേള നടക്കുന്ന ഈ പരിപാടി ഇവിടെ വരാൻ കഴിഞ്ഞുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. തീർച്ചയായും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇത്തരം പരിപാടികൾ കാണുമ്പോൾ ഇതേപോലെയൊന്നും അല്ലെങ്കിലും എല്ലാ മനുഷ്യർക്കും ഒന്നുചേരാൻ, എല്ലാ ആളുകൾക്കും ജാതിയും മതവും വിഭാഗങ്ങളും ആശയങ്ങളും എല്ലാം മാറി ഇതുപോലെ ഒത്തുചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ നമുക്കൊക്കെ പ്രചോദനമാവും. മണ്ഡലത്തിലെ മുതിർന്ന പൊതുപ്രവർത്തകരെയും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തികളെയും ചടങ്ങിൽ മന്ത്രി MB രാജേഷ് ആദരിച്ചു. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക വേദിയും ആദരസവും നടത്തുന്നുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വരും ദിവസങ്ങളിൽ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്.